ഏവരെയും ഈ വചനശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. अभी फोर की समय है, ये प्लेटफॉर्म में और जितनों ने आया है आपको स्वागत करता हूँ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയിൽ പലപ്പോഴും പലരും വന്ന് യേശുവിനോട് സംശയം ചോദിക്കുകയും യേശുവിനെ കൊടുക്കുന്നതിന് വേണ്ടി പല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. मसीह की वचन में मसीह का सेवकाई का समय में कई प्रकार के लोग आगे आकर उसका वचन की खोज ही रहने के लिए कुछ बातचीत करते हैं, ये हम पाया जाता है. ഒരു ന്യായപ്രമാണത്തില് വിദഗ്ധനായിട്ടുള്ളതായ ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. एक व्यक्ति व्यवस्था विवरण के बारे में पूछताछ करने के लिए मसीह की ओर आया है. മോശയുടെ നിയമമല്ല നല്ലവണ്ണം പഠിച്ചിട്ടുള്ളതായ വ്യക്തിയാണ്. मूसा की व्यवस्था को अच्छे रीति पर जानकारी मिला हुआ एक व्यक्ति है. അങ്ങനെയുള്ളതായ ഒരു നിയമപണ്ഡിതൻ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ऐसा एक व्यक्ति मसीह की ओर आकर कई प्रकार की प्रश्न मसीह की ओर पूछने लगा है. യേശുവിനോട് ചോദിച്ചത് പിന്നെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണമെന്നോ? मसीह की ओर पूछा है अनंतकाल की जीवन प्राप्त करने के लिए मैं क्या करूं? അപ്പൊ യേശു അവനോട് വചനത്തിൽ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. मसीह ने उनको पूछताछ की और नीति वचन में क्या कहते हैं? അതിന് അവൻ പറഞ്ഞത്, കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. और मसीह उनका साथ कहने लगा है संपूर्ण रीति पर अच्छे मन से, अच्छे विवेक से, अच्छे ढंग से और मसीह को अंगीकार करना जरूरत है, यह बात कहने लगा है. യേശു അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു. मसीह उन्हें के कहने लगा तूने कहा सही बात है और ऐसा ही करते रहो. ഇവിടെ ട്രാൻസ്ലേഷനിലെ കൂട്ടുകാരനെ എന്നാ പറഞ്ഞേക്കുന്നത്. और ट्रांसलेशन में तेरा सखी को प्रेम ज्यादा रखना. എന്നാൽ അയൽക്കാരൻ എന്ന് പറയുന്നതായ എന്ന് പല വേദപുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്. कई पुस्तकों में और पड़ोसी वालों के बारे में बताया गया है. സ്നേഹിതന്മാരെ സ്നേഹിക്കണം എന്ന് പറയുന്നത് അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. और पड़ोसी वाले के ऊपर प्रेम देखते हैं साधारण तौर पर लोग किया करता है. എന്നാൽ ശരിയായിട്ടുള്ളതായ റൈറ്റിംഗ് എന്ന് പറയുന്നത് അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. वो साधारण तौर पर पड़ोसी वालों को अपने आप को कितना प्यार प्रेम करते हैं ऐसे ना ही प्रेम करना. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ജാതിയിലുള്ളതായ യഹൂദന്മാരെ സ്നേഹിക്കുന്നതിനും അവരോടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിനും ഒക്കെ അവരെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. और यहूदियों के बारे में यूं पाया जाता है अपने आप की पड़ोसी वालों को संभालते हैं वो दूसरों को सिखाते हैं. അവരുടെ വംശത്തിൽപ്പെട്ടതായ ആളുകളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതായ യഹൂദന്മാർക്ക് ഒരു ഷോക്കായിരുന്നു യേശുവിൻ്റെതായ മറുപടി. और यहूदियों अपने आप को प्यार करते हैं, प्रेम देखते हैं, अपने लोगों का साथ मेल मिलाप रहते हैं. ये यीशु के वचन उनका विरोध में और उनको दर्शाते हैं, बात बताता है. ബന്ധുക്കളെയും ചർച്ചക്കാരെയും സ്നേഹിതരെയും എന്നതിലുപരിയായിട്ട് അയൽക്കാരെ നാനാജാതി മതസ്ഥരായ ആളുകളെയും സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചത്. और अपना माता पिता या भाई बहन इससे वे अधिक पड़ोसी वालों के ऊपर प्रेम देखने के लिए मसीह ने उन्हीं को सिखाया है. അപ്പോൾ ഈ ന്യായശാസ്ത്രി യേശുവിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആരാണ് എന്റെ സ്നേഹിതനെന്ന്? ये न्यायीश ने मसीह की ओर पूछने लगा है हमारे प्यारे कौन है?
എന്റെ കൂട്ടുകാരൻ ആർ എന്റെ അയൽക്കാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം मेरे പറഞ്ഞു. मेरे दोस्तीदार कौन है, ये बात मसीह के और पूछने लगा है। അതിനുത്തരമായിട്ട് യേശു ഒരു ഉദാഹരണം പറഞ്ഞു. यीशु उसका एक जवाब देने के लिए एक नमूना बताया है। അത് മധ്യപൂർവ ഏഷ്യയിലെ ആ കാലത്തുള്ളതായ ആ പശ്ചാത്തലത്തിൽ നടന്നതായ ഒരു ഉദാഹരണം അത്രേ. ये मध्य पूर्व स्थानों में एक नमूना बताया है। അവിടെ യെരുശലേം എന്ന് പറയുന്നതായ എന്താണ് പട്ടണത്തിൽ നിന്നും എരിഹോ എന്ന് പറയുന്നതായ സ്ഥലത്തേക്ക് പോകുന്നത് വളരെ ഇടുങ്ങിയതും വളരെയധികം വനങ്ങൾ നിറഞ്ഞതും അതുപോലെ തന്നെ കള്ളന്മാർ പതിയിരിക്കുന്നതുമായിട്ടുള്ളതായ ഒരു പാതയത്രേ. यरूशलेम से यरीहो की ओर जाते हैं रास्ता है, और बहुत सकड़ा है और जंगल है, मरिसल की नाई है, ये अनर्थ की जगह भी है। അതുകൊണ്ട് പല ആളുകളും ആ വഴി കടന്നു പോകാറില്ല. और कई लोग उस रास्ता में नहीं जाते हैं। എന്നാൽ ഈ വനനിബിഡമായ ഈ സ്ഥലത്ത് അനേകം കള്ളന്മാർ പതിവത്രേ. और डाकुओं ने उन्होंने बैठते हैं घेर लेने के लिए। അവർ പതിയിരുന്ന് ഒറ്റയ്ക്ക് പോകുന്ന ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. अकेला जाते हैं जो मनुष्यों को और उनका चोरी करते हैं, उनका सताने के लिए भी उन्होंने प्रयत्न करते हैं। കൽക്കട്ടയിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് പോകുന്നതായ കുറെ വാഹനങ്ങള് ഒരുമിച്ചാണ് പോകുന്നത്. उसी रास्ता में गाड़ी जाते हैं और बहुत इकट्ठा होते हैं, जो इकट्ठा होकर आगे बढ़ते हैं। അതെ, എന്റെ മിഷണറി യാത്രയിലുള്ളതായ കാര്യം അത്രയും ഞാൻ നിങ്ങളോട് പറയുന്നത്. परमेश्वर के दास की परमेश्वर की सेवकाई के लिए जाते हैं, जो जाने की अवस्था में मुझे को परिचय है, वो परिचय बात बताता है। കൽക്കട്ടയിൽ നിന്നും ദുംക എന്ന് പറയുന്ന പട്ടണത്തിലേക്കുള്ളതായ യാത്ര ഞാൻ ഓർക്കുന്നു. और कलकत्ता से तुर्गा नाम जगह है, वहां पर जाते हैं बहुत गाड़ी एक तरीका और इकट्ठा होकर उन्होंने मुसाफिरी करते हैं। കള്ളന്മാരെയും കൊള്ളക്കാരെയും പേടിച്ചിട്ട് വാഹനങ്ങളെല്ലാം 7-8 വാഹനങ്ങൾ ഒരുമിച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട് യാത്ര ചെയ്യും. और डाकुओं से भय मानकर 8-10 गाड़ी इकट्ठा होकर एक ही तरीके जाते हैं। വനനിബിഡമായിട്ടുള്ളതായ സ്ഥലമത്രേ ജാർഖണ്ഡ്. और झारखंड जो है और वृक्ष से भरे हुए जंगल है। ആ വഴികളിലൂടെ യാത്ര എല്ലാവർക്കും പേടിയായിരുന്നു. वो रास्ता से मुसाफिरी करना डर भय मानते हैं। അങ്ങനെയുള്ളതായ കൊള്ളക്കാര് പലപ്പോഴും മരത്തിന്റെ കൊമ്പുകൾ വെട്ടി റോഡിന്റെ നടുക്ക് ഇടുകയും വാഹനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. वो डाकुओं ने वृक्ष के ऊपर बैठते हुए और डालियों काटकर रोड को सड़क को रुका देते हैं, गाड़ी को रुकने देते हैं। വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടേതായ ആഭരണങ്ങളും പണവും എല്ലാം അവരെ കവർന്നെടുക്കും. वो और गाड़ी में यात्रा करने वालों को यात्रियों की धन दौलत और सब उन्होंने चोरी करते हैं। അതുപോലുള്ളതായ ഒരു അവസ്ഥയത്രേ ഇവിടെ എരിഹോമിലേക്ക് യാത്ര ചെയ്തതായ ഈ ഒരു മനുഷ്യന് ഉണ്ടായത്. ऐसी अवस्था है, यरीहो की ओर जा रहा है एक व्यक्ति की हाल यहाँ पर पाया जाता है। അയാൾ ഒരു പക്ഷേ ബിസിനസ് സംബന്ധമായ ആവശ്യത്തിനായിരിക്കാൻ പോയത്. उन्होंने कुछ ना कुछ कामकाजी के लिए गया होगा, അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. कारण उन्होंने एक यहूदी है। അപ്പൊ യേശു ഈ ഉദാഹരണം പറഞ്ഞത് ആരാണ് നമ്മുടെ അയൽക്കാരൻ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. वो अरे मेरा पड़ोसी वाला कौन है, सखे कौन है, जानकारी के लिए पूछताछ की, वो उसको जवाब दिया देता है मसीह ने। അതെ, ഏറ്റവും വളരെ ആവശ്യത്തിലിരിക്കുന്നതായ നിങ്ങളുടെ സമീപത്തുള്ളതായ വ്യക്തി എത്രേ നിങ്ങളുടെ അയൽക്കാരൻ. हमारा आवश्यकता को
एकदम सामने आने वाला व्यक्ति है हमारा पड़ोसी। അങ്ങനെ ഏറ്റവും ആവശ്യത്തിലിരിക്കുന്നതായ ആ വ്യക്തിയെ സഹായിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. और जरूरत जिनको है उनको मदद करने के लिए हमको हो सकता है। അതത്രേ നമ്മുടെ അയൽക്കാരൻ എന്ന് പറയുന്നത്. वो ही है हमारा पड़ोसी वाले। ഏറ്റവും വലിയ ആവശ്യത്തിലിരിക്കുന്നതായ വ്യക്തി, ആ വ്യക്തിയെ സഹായിക്കുവാൻ നമുക്കും കഴിയും. അങ്ങനെയുള്ളതായ വ്യക്തിയെ എത്ര അയൽക്കാരൻ. ये जरूरत पड़ते हैं वो व्यक्ति को हमारा मदद, हमारा सेवकाई चाहिए, वो मिलते हैं, वो हमारा पड़ोसी वाले हैं। ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, താൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യഹൂദൻ ആക്രമിക്കപ്പെട്ടു. और यही रास्ता में से और पार करते हैं, उसी समय यहूदियों ने डाकुओं का हाथ में पकड़वाया गया है। വളരെ പ്രതീക്ഷയോടുകൂടി യാത്ര ചെയ്തതായ ആ മനുഷ്യൻ അപ്രതീക്ഷിതമായി ആക്രമിക്കപ്പെട്ടു. प्रतीक्षा के साथ यात्रा करने वाला व्यक्ति को अप्रत्याशित रीति पर और उनको आक्रमण में लाया है। കൊള്ളക്കാർ അദ്ദേഹത്തെ ആക്രമിക്കുക മാത്രമല്ല, വളരെയധികം ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. डाकुओं ने उनका छीन लिया है, इससे अधिक उनका शारीरिक तौर पर घाव से भरा दिया है। തന്റെ മുറിവുകളിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. उसका घाव से रक्त बहने रहा है। ആ അവസ്ഥയിൽ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിക്കുന്നതിന് സാധ്യതയുണ്ട്. थोड़ा सा समय देर लगेगा तो उनका मृत्यु जरूर हो जाएगा। എന്നാൽ ഇവിടെ ശാരീരികമായിട്ടുള്ളതായ വേദന അനുഭവിക്കുന്നതായ അർദ്ധപ്രാണനായി കിടക്കുന്നതായ ഒരു വ്യക്തി, और वहां पर ये अधम वो पाया है, एक व्यक्ति को वहां पर देखता है। ഇവിടെ ഏറ്റവും ആവശ്യത്തിലിരിക്കുന്നതായ ഒരു വ്യക്തി എത്ര, जरूरत पड़ते हुए एक व्यक्ति, आवश्यकता के साथ रोने वाला एक व्यक्ति। നമ്മുടെ അയൽക്കാരൻ എന്ന് പറയുന്നത് വൈകാരികമായിട്ട് വളരെ വേദന അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. हमारा पड़ोसी वाला शायद कुछ ना कुछ वेदना समझने वाला होगा। ഒരുപക്ഷെ മാനസികമായിട്ട് തളർന്ന അവസ്ഥയിൽ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. एक कारण से मन से टूटे हुए मन वाला होगा। അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. शायद वो आत्मिक तौर पर कमजोरता में रहने वाला होगा। അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടതായ ഒരു വ്യക്തിയായിരിക്കാം. पीड़ित में, शायद पीड़ित में रहने वाला होगा। അപ്പൊ ഇങ്ങനെയുള്ളതായ വ്യക്തികളെ നമ്മൾ സാധാരണ കാണാറുണ്ട്. അവരെത്രേ ആവശ്യത്തിലിരിക്കുന്ന വ്യക്തികൾ നമ്മുടെ അയൽക്കാർ. और हमारा पड़ोसियों में ऐसे प्रकार की आवश्यकता में रहने वाला है, हमारा आवश्यकता उन्हीं के लिए काफी है। ഈ മനുഷ്യൻ അവിടെ കിടക്കുമ്പോൾ, അർദ്ധപ്രാണനായി കിടക്കുമ്പോൾ അതുവഴി ഒരു റബി കടന്നു വന്നു. और ये अधमो पाया देखता है, जो वहां पर रोड पर है, तब एक व्यक्ति वहां पर आ पहुंचा है। അദ്ദേഹം യെരൂശലേം ദേവാലയത്തിലെ എന്താണ് ഈ അവിടെയുള്ളതായ സാക്രിഫൈസ്, യാഗമെല്ലാം കഴിച്ചതിന് ശേഷം തന്റെ ശരീരത്തില് രക്തമൊക്കെ പുരണ്ടതായ അവസ്ഥയിൽ, വസ്ത്രത്തില് രക്തമൊക്കെ പുരണ്ട അവസ്ഥയിൽ അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് കടന്നു വരുന്ന വ്യക്തിയാണ്. शायद आराधनालय में बलि चढ़ाकर उनका शरीर में रक्त हो, कुछ शरीर में खेद दुखित हो, ऐसी व्यक्ति है। തനിക്ക് വീട്ടിൽ പോയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അദ്ദേഹം പോകുന്ന വഴിയിൽ ഈ മനുഷ്യനെ കണ്ടു എങ്കിലും അവിടെ വണ്ടി നിർത്തുന്നതിനോ തന്റെ കഴുതയെ അവിടെ നിർത്തുന്നതിനോ ആ മനുഷ്യനെ പരിചരിക്കുന്നതിനോ തയ്യാറായില്ല. वो मुसाफरी में, यात्रा में गाड़ी रुकते हुए उनको सहाय देने के लिए उनका और समय उन्होंने लिया नहीं। അദ്ദേഹം ഭക്തനായിരുന്നു. മതപരമായ കാര്യങ്ങള് വളരെ ശുഷ്കാന്തിയോട് ചെയ്യുന്നതായ വ്യക്തിയായിരുന്നു. തന്റെ കടമകൾ നിർവഹിക്കുന്ന വ്യക്തിയായിരുന്നു. धार्मिकता को पालने वाले हैं और सेवकाई में लवलीन है, वो शायद वही व्यक्ति होगा। അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു കുടുംബമുണ്ട്. उदय के लिए बात जोते हैं, एक परिवार उनका घर में है। തന്റെ യാത്രയിൽ അവിടെ കിടക്കുന്നതായ മനുഷ്യനെ പരിചരിക്കുന്നതിനോ മറ്റും അദ്ദേഹത്തിന് സമയമില്ല.
वो उन्होंने मदद देने के लिए, उनका सहाय देने के लिए उनका अवसर नहीं है। ഇങ്ങനെയുള്ളവരെ പരിചരിക്കുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെയും തന്റെ റിലീജിയസ് ഡ്യൂട്ടിയുടെ ഭാഗമല്ല എന്ന് അയാൾ കരുതുന്നു. और ऐसे वालों को उपकार करने के लिए उनका औद्योगिक तौर पर उनका कामों में हो नहीं सकते हैं। അതുകൊണ്ട് അദ്ദേഹം അതുവഴി കടന്നുപോയി. ऐसे प्रकार इसी समय वो व्यक्ति वहां से पार चले गया। പാസ്റ്റർ കടന്നുപോയപ്പോഴേ അതുവഴി മറ്റൊരു മനുഷ്യൻ വന്നു, അസിസ്റ്റന്റ് പാസ്റ്റർ. और जाने का समय पास्टर नाम दिया है, वो पास्टर वहां से जाने के पीछे दूसरा एक एसोसिएट पास्टर वहां से आया है। പുരോഹിതനെ ശുശ്രൂഷയിൽ സഹായിക്കുന്നതായ വ്യക്തിയാണല്ലോ ലേവിയൻ. और लेवी का नाम है याजकों को सेवकाई में मदद देने वाले। അപ്പോ ലേവിയൻ അതുവഴി വന്നപ്പോഴേ ഈ ഭയാനകമായ രംഗം കണ്ടപ്പോൾ താന് അവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് തോന്നി. लेवी वहां पर आया है, वो ही सोचा है यहाँ पर खड़ा रहना उचित नहीं है, ये सोच समझकर वहां से चले गया है। ഈ യഹൂദനെ ആക്രമിച്ചതായ വ്യക്തികൾ പതിയിരിക്കുന്നുണ്ടായിരിക്കാം, അവരും എന്നെ ആക്രമിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം അതോടുകൂടി അവസാനിക്കും എന്ന് അയാൾ വിചാരിച്ചിട്ട് അവിടെ പരിചരിക്കുന്നതിന് വേണ്ടി അയാൾ നിൽക്കാതെ പോയി. ये यहूदी सोच समझने लगा है वो डाकू वहां पर बैठा है, वो इन्हीं को भी आक्रमण कर देंगे, ये सोचकर वहां से चले गया है। എന്റെ സമയവും എന്റെ പണവും ഒന്നും ഇതിനു വേണ്ടി ഈ വ്യക്തിക്ക് വേണ്ടി ചെലവാക്കാൻ താൻ തയ്യാറല്ല. मेरा धन है, मेरा समय है, उन्हीं के लिए रखना उचित नहीं सोच कर गए। നാമും പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്നതായ ശരണരായ അതുപോലെ നിരാലംബരായിട്ടുള്ളതായ അല്ലെങ്കിൽ പ്രത്യാശയറ്റതായ വ്യക്തികളെ കാണുമ്പോഴും ഇതൊന്നും നമ്മുടേതായ കാര്യമല്ല എന്ന് അവഗണിച്ചു കൊണ്ടുപോകുന്നതായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? हमारे जीवन में भी ऐसे प्रकार के व्यक्तियों को देखते हुए हमारा समय धन दौलत उन्हीं के लिए व्यवहार के लिए नहीं है, सोच समझ कर जाने वाले कई हमारे बीच में भी है। അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ അയാളെ കുറ്റപ്പെടുത്താൻ മറ്റുള്ളവരെ പോലെ അത് ഇയാളുടേതായ ഒരു എന്താണ് ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ട് ആണ്, ഇയാളുടെ കുഴപ്പം കൊണ്ടാണ് ഇയാൾക്ക് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ചിലപ്പോ പറയുമായിരിക്കാം. हम दूसरे बात सोच विचार करते हैं, उनका हाथ में क्या होते हैं, उनका मन भावनी क्या है, ये सोच कर उनको मिला हुआ पट्टा की बात हुई है। നമ്മുടെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങളും മറ്റുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് നമുക്ക് ചേർന്നതല്ല എന്ന് നാം വിചാരിച്ചിട്ടില്ലേ? हमारे मिला हुआ पदवी के आधार पर हम उनको सेवकाई करना योग्य नहीं है, उचित नहीं है, सोच समझ कर जाने वाले व्यक्ति भी शायद होगा। ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും, ഗവൺമെന്റും അല്ലെങ്കിൽ പോലീസും ആംബുലൻസും ഒക്കെ ഉണ്ടല്ലോ, അവരെ വന്നത് ചെയ്തു കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നാം പലപ്പോഴും പിന്മാറാറുണ്ടല്ലോ. शायद हो हमारा मन में यही लगता है पुलिस वाला है, एम्बुलेंस है, ऐसा सेवकाई करने वाले हैं, इसी कारण में हम जाए, ये सोचकर समझने वाला जाने वाला भी हमारा बीच में काफी है। പലപ്പോഴും നൂറുകണക്കിന് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നാം അവഗണിച്ചതായിട്ട് നമുക്ക് ഓർമ്മയിൽ വരും. बहुत प्रतिशत हम ऐसा इनकार करके जाते हुए अवसर हमारे जीवन में भी होते ही रहते हैं। ഒരിക്കൽ ഞാൻ താമസിക്കുന്നതിനടുത്തതായിട്ടുള്ള ഒരു സ്ട്രീറ്റില് ഒരു മനുഷ്യൻ അത് കിടക്കുന്നത് കണ്ടു. और हमारे पास्टर साहब ने रहते हैं वही जगह में स्ट्रीट में, और रास्ता में एक व्यक्ति को गिरावट में मैं देखा है। ചലനമറ്റ രീതിയിൽ ആ മനുഷ്യൻ കിടക്കുന്നു. इसको हिल नहीं सकते, ऐसी अधमुआ अर्थ प्राण वाले हैं वहां पर। അയാള് മദ്യപിച്ച് മയങ്ങി കിടക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. और दारू पीते हुए, शराब पीते हुए उन्होंने और अर्थ प्राण से हुई है, मुझे पता नहीं है। കുറച്ചു നേരം ഞാൻ അതൊക്കെ നോക്കിയതിനു ശേഷം ഞാൻ എന്റെ പണി നോക്കിപ്പോയി. और थोड़ा सा समय में देखते हुए
में अपने काम के लिए चले गई है। ഇന്ന് ഇതൊക്കെ നോക്കുന്നതിന് വേണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും അതുപോലെ അത് ആംബുലൻസും ഒക്കെ ഉണ്ടല്ലോ, അത് അവര് നോക്കിക്കോളും എന്നത്ര ആയിരുന്നു എന്റെ ധാരണ. और मेरे मन में यूं लगा है, उसको रखवाली करने के लिए, देखने के लिए, संभालने के लिए फायर फोर्स है और पुलिस वाला है और दूसरा अन्य व्यवस्था है। ये सोच समझकर मैं वहां से रवाना होगी। നമ്മളെന്തിനാ തലയിടുന്നത്, ഒരുപക്ഷെ നമ്മളെ സാക്ഷി പറയേണ്ടി വരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. हम उसमें हाथ लगाएगा तो और पुलिस वाला पकड़वा जाएंगे तब, और गवाही देना पड़ना है और पुलिस वाले के और आते जाते रहने के लिए हम क्यों इसका तकलीफ उठाने का है। അതുകൊണ്ട് ഈ ലേവ്യനെയോ പുരോഹിതനെയോ അതിൽ നിന്നും വ്യത്യസ്തരല്ല പലപ്പോഴും നമ്മുടേതായ ജീവിത ശൈലിയും. हमारा जीवन की यही बात है, हम इसी प्रकार की सोच समझने वाला है लेवी की समानता में। നമ്മൾ പള്ളിയിൽ പോകുന്നു, നമ്മുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു, അത്ര തന്നെ. हम गिरजाघर में, चर्च में जाते हैं और हमारा सेवकाई काम कार्यों में हम जाते हैं, ऐसा अलावा हमारे में कुछ नहीं होते हैं। അയൽക്കാരനെ നിന്നെ പോലെ നിന്നെ സ്നേഹിക്കുക എന്നതത്ര ദൈവത്തിന്റെ കൽപ്പന. और पड़ोसी वाले अपने आप को ही प्रेम करते हैं, इसी न्याय प्रेम करने के लिए मसीह ने हमें व्यवस्था दी है। നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ളതായ ഒരു കണ്ടീഷൻ എത്രയാണ്? अनंत जीवन प्राप्त करने के लिए एक वायदा की बात है। ഒരുപക്ഷെ നമ്മുടെ അടുത്ത് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന വ്യക്തി നിങ്ങളെക്കാൾ 100 ഇരട്ടി തീവ്രമായ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. शायद वो हमारा पड़ोसी में हमारे से भी तीव्र वेदना से जाने वाला होगा। ജീവിതത്തിൽ മുറിവേറ്റതായ അനേകം വ്യക്തികളെ നാം കാണുന്നുണ്ട്. और जिंदगी में खाब से भरे हुए बहुत सारे लोगों को हम देखते हैं। എന്നാൽ അവരുടേതായ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാവുകയാണെങ്കിൽ അത് എത്ര ആശ്വാസകരമായിരിക്കും. और हमारे प्रेम में मिलाप में उनको दिलासा देने के लिए हम तैयारी होवे तो कितना आश्वासन की बात है। അതെ, മറ്റുള്ളവരുടേതായ ആവശ്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. और दूसरों का वेदना तो हम उठा लेते हुए प्रार्थना में लवलीन रहना हमारा कर्तव्य है। തക്ക സമയത്ത് പറയുന്നതായ ഒരു വാക്കുകൊണ്ട് ഒരു വചനം കൊണ്ട് മറ്റുള്ളവരെ നമുക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയും. और उसी घड़ी में हमारे मुंह से या हमारा हाथ से कुछ दिलासा देने के लिए तैयारी होवे तो कितना भलाई की बात है। നിരാശയിലിരിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് ഈ ഈ ഈ ഈ ലോകം നിറഞ്ഞിരിക്കുകയത്രേ ചെയ്യുന്നത്. निराशा से भरे हुए एक संसार को हम पाया जाता है। അവർക്ക് യേശുവിനെ കുറിച്ചോ സുവിശേഷത്തെ കുറിച്ചോ അറിവില്ലാത്തത് കൊണ്ടത്രേ. और उन्हीं को मसीह के बारे में और स्वर्ग राज्य के बारे में अज्ञानित है। എന്നാൽ ഈ രണ്ട് പ്രമുഖ മത നേതാക്കന്മാർ അതുവഴി കടന്നുപോയതിനു ശേഷം അതുവഴി മറ്റൊരു വ്യക്തി വന്നു, ഒരു ശമരിയാക്കാരൻ. और ये दो व्यक्ति लेवी और याजक दोनों पार करने के बाद में एक शमरी वाला वहां से आना लगा। ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെയും അവനോട് പ്രതികരിക്കുവാൻ തക്കവണ്ണം അവന്റെ ഏറ്റവും വലിയ ആവശ്യത്തിലും ജീവൻ മരണ പോരാട്ടത്തില് അവനെ സഹായിക്കുവാൻ തക്കവണ്ണം താൻ തീരുമാനിച്ചു. और अधम हुआ पाया है, यो व्यक्ति को देखते हुए तरस खाया है, ये शमरी ने तैयारी हुई उनको मदद देने के लिए। പുരോഹിതനും ലേവ്യനും ഇയാളുടെ ആവശ്യത്തിൽ സഹകരിക്കുവാൻ തയ്യാറായില്ല. അവർ ഇൻഡിഫറന്റ് ആയിരുന്നു. और याजक और लेवी ने दोनों ने एक थाव से भरे हुए व्यक्ति को देखते हुए उन्होंने चले गया है। അതെ, അവരെ സംബന്ധിച്ചുള്ള അവർ സ്വാർത്ഥന്മാരായിരുന്നു. और अपने आप का बारे में चिंता करने वाले हैं। വീണ്ടും ജന്മം പ്രാപിച്ചതായ ഒരു വ്യക്തിക്ക് സ്വാർത്ഥനായിരിക്കുവാൻ കഴിയില്ല. उद्धार पाए हुए एक व्यक्ति को अपने आप की संभालने के लिए सोच नहीं सकते हैं।
അപ്പൊ ഈ ശമരിയക്കാരൻ വിചാരിച്ചു, എനിക്ക് തൊട്ടു മുമ്പ് യാത്ര ചെയ്തതായ ഒരു മനുഷ്യന്റെ അവസ്ഥയാണല്ലോ ഈ കാണുന്നത് എന്ന്. वो ये शमरी व्यक्ति ने ये सोच समझने लगा है, मेरे आगे गए हुए व्यक्ति उन्होंने मदद नहीं किया है, ये सोचने लगा। കുറച്ചു സമയം മുമ്പ് ഞാൻ അതുവഴി കടന്നു പോയിരുന്നുവെങ്കിൽ ഇതേ അവസ്ഥ എനിക്കും ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് ആ ശമരിയക്കാരൻ തീരുമാനിച്ചു. ये शमरी व्यक्ति ने ये सोचने लगा, थोड़ा सा समय पहले मैं वहां से जाने का समय मेरा यात्रा में ये घटना हमारे में आया तो मेरा हाल क्या होने वाले थे। അന്യജാതിക്കാരൻ വിചാരിച്ചു ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന്. ये अन्य जाति ने सोचने लगा है, इन्हीं के लिए कुछ व्यवस्था करने का ही है। ശമരിയക്കാരെന്ന് പറയുമ്പോൾ അത് ഒരു മിക്സഡ് റേസ് ആണ്. യഹൂദന്മാര് പാർട്ട്ലി യഹൂദന്മാരും മറ്റു ജാതിക്കാരും സങ്കരവർഗം അത്രേ. और ये शमरी व्यक्ति है और ऐसी हीन जाति है। അവര് യഹൂദന്മാരുടെ 10 ഗോത്രങ്ങളിൽ പെട്ടവരാണ്. അവരെ അടിമകളായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടുപോയി പിന്നെ അവരുടേതായ വർഗത്തിൻ്റെതായ ആ വിശുദ്ധി അല്ലെങ്കിൽ പ്യൂരിറ്റി അവർക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. और शमरी व्यक्ति है और श्रापित पाए हुए हैं और इसराइलियों का बीच में ऐसे अलग किया हुआ एक हीन जाति है। യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ വേളയിൽ ശമര്യയിലെ ഒരു സ്ത്രീയോട് യേശു സംസാരിച്ചു. यीशु मसीह का सेवकाई के समय शमरिया में एक स्त्री का और साथ बात करते हैं, ये हम पाया जाता है। സുവിശേഷത്തിൻ്റെതായ ആ വെളിച്ചം അന്യജാതിക്കാരിലേക്കും പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന്റെ ഉത്തമ മാതൃകയത്രേ ശമരിയ സ്ത്രീയോടുള്ളതായ യേശു ക്രിസ്തുവിന്റെ സംഭാഷണം. और हमें मिला हुआ ज्योति और अन्य लोगों का साथ उन्हें व्यवहार करने के लिए एक उचित संदेश है। मसीह शमरिया स्त्री के साथ बातचीत करते हैं। താൻ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നു. और वहां और बड़ा प्रश्न के अंदर से गुजर रहा है। ആ സ്ത്രീ വളരെ ഒറ്റപ്പെട്ടതായ നിന്ദിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. वो स्त्री इतना निंदापन में है, यही हम पाया जाता है। ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വകയില്ലാത്ത അവസ്ഥയിലായിരുന്നു. और जिंदगी में आशा को जिंदगी में कोई बात की आशा नहीं है। തന്റെ ജീവിതത്തിലെ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ജീവിക്കുന്നതായ ഒരു അവസ്ഥയിലായിരുന്നു ആ ശമരിയ സ്ത്രീ. वो ये शमरिया स्त्री एक का ऊपर दूसरा, दूसरे के ऊपर तीसरा, ऐसा कई प्रकार की दुख सहजने वाली एक औरत थी। യഹൂദന്മാരെ പോലെ തങ്ങളുടെ മതത്തിലും ചാർച്ചക്കാരുമായിട്ടുള്ള ഇവരുടെ ഇടയിൽ മാത്രമുള്ളതായ ശുശ്രൂഷ അല്ലായിരുന്നു പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരായിരിക്കും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. और ऐसा यहूदियों की नहीं, उनका कामकारियों में अनुकरण करने वाले नहीं और मसीह का काम सेवकाई में आगे बढ़ने में होना जरूरत है। ആളുകളുടെ മതം നോക്കേണ്ട കാര്യമില്ല, അവരുടെ ദേശീയത നാഷണാലിറ്റി നോക്കേണ്ട കാര്യമില്ല, അവരുടെ വർഗത്തെ നോക്കേണ്ട കാര്യമില്ല, അവരുടെ ഭാഷയോ അവരുടെ നിറമോ നാം നോക്കേണ്ടതില്ല. और परमेश्वर की सेवकाई के लिए यह बात हमारे जानकारी है। उनका काला गोरा हो, उनका जाति हो, उनका नर नारी हो, ऐसा कुछ जानकारी लेने का कोई जरूरत नहीं है। യഹൂദന്മാരായ വ്യക്തികൾ അവരുടെ വചന പാണ്ഡിത്യത്തിൽ അവർ അഹങ്കരിച്ചിരുന്നു. और यहूदियों ने उनका इतनी जानकारी ली है, पंडित है, उसी में अहंकारी बन गई है। എന്നാൽ ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കുവാൻ, അവന് വേണ്ടി കരുതുവാൻ, അവന് വേണ്ടിയും അത് ത്യാഗം സഹിക്കുവാൻ അവർ തയ്യാറായില്ല. यहूदियों ने कुछ जरूरत है और आवश्यकता को संपूर्ण करने के लिए मन नहीं लगने वाले हैं। പ്രിയ ദൈവപൈതലെ, നമ്മുടെയും ജീവിതങ്ങളില് ഇതേപോലെ നമ്മുടെ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി അയൽക്കാരെ സ്നേഹിക്കുന്നതിന് എത്രയോ പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. हमारे सारे मित्रों, भाइयों, बच्चों, ये याद रखना, ऐसी प्रकार कई लोगों को मदद, काम, सेवकाई जरूरत है, उसमें से पीछे हटने वाले हैं मैं और आप।
ഈ ഉദാഹരണത്തിലുള്ളതായ ആം, പുരോഹിതനും ലേവ്യനും അത് പലപ്പോഴും നമ്മെ എത്ര പ്രതിനിധീകരിക്കുന്നത്. और ये लेवी और याचक उसका नमूना है मैं और आप। ആവശ്യത്തിലിരിക്കുന്ന ആളുകളെ നമ്മുടെ ചുറ്റും കാണുമ്പോൾ നാം കണ്ടില്ല എന്ന് നടിച്ചു നടക്കുമ്പോൾ അത് നാം അതേ അവസ്ഥയിലായിരിക്കുന്നു. आवश्यकता को देखते हुए आवश्यकता को परिपूर्ण करने के लिए हम हाथ नहीं लगाते हैं, देखते हुए अंधे होकर चले जाते हैं। നാം വചനം പഠിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരത്രേ. वचन सीखने वाले के तात्पर्य व्यक्ति है। അതെ, കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാവുന്നതുപോലെ വചനം വേറെ ഒരിടത്തും വേറെ ഒരു രാജ്യത്തുള്ള ആളുകൾക്ക് അറിയത്തില്ല എന്ന് ആണ് പൊതുവെ പറഞ്ഞു വരുന്നത്. और आम तौर पर ऐसे कहलाता है केरलीय लोग इतने वजन में और पांडित है, ऐसे प्रकार दूसरा अन्य देशों में नहीं है। റെയ്നാഡ് ബോങ്കെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കേരളത്തിലെ പിന്നെ ഉള്ളതുപോലെ സുവിശേഷകന്മാർ വേറെ ലോകത്ത് ഒരിടത്തും ഇല്ല എന്ന്. रेनाल्ड बोंगे ने ऐसे प्रकार कहने लगा है केरला में इतना सुसमाचारक है, ऐसे प्रकार इतनी गिनती दुनिया की कोई जगह पर नहीं है। അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जिन बात को स्मरण करते हुए मैं परमेश्वर को धन्यवाद देते हैं। എന്നാൽ നാം നിരാശയിരിക്കുന്ന വ്യക്തികളോട് ഈ യേശു ക്രിസ്തുവിൻ്റെതായ ആ രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു പരാജയം അത്രേ. ऐसे प्रकार के कष्ट भोगने वाले के साथ मदद के लिए हम तैयारी होकर नहीं जाता है तो हम ऐसे प्रकार की हाल में रहने वाले हैं। യേശു ക്രിസ്തു ഇവിടെ വന്നത്, ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂമിയിൽ വന്നത് നഷ്ടപ്പെട്ടതിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അത്രേ. मसीह ने स्वर्ग से आया है और नष्ट हो गया, खो गया और वेदना भोगने वाले को उद्धार देने के लिए आया है। യേശു ക്രിസ്തു മതത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ശമരിയ സ്ത്രീയോട് സംഭാഷണം തുടരുകയത്രേ ചെയ്യുന്നത്. मसीह ने यहूदी है वो सीमा छोड़कर उनकी कितना पदवी होते हैं छोड़कर ये शमरी स्त्री के साथ बातचीत करने के लिए शुरू किए हैं। ശമരിയ സ്ത്രീ യേശുവിനോട് പറഞ്ഞു, അങ്ങ് ഒരു യഹൂദനാണല്ലോ, ഞാൻ യഹൂദന്മാരാൽ വെറുക്കപ്പെടുന്നതായ ശമരിയയിലെ ഒരു സ്ത്രീയാണല്ലോ, അത് പിന്നെ എങ്ങനെയാണ് അങ്ങ് എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്ന്. ये शमरिया स्त्री ने मसीह से पूछने लगा है, आप यहूदी है, मैं शमरी है, हमारा साथ संपर्क नहीं है, ये बातचीत करना कैसे होता है? യേശു അവൾക്ക് യേശുവിന് കൊടുക്കുവാനുണ്ടായിരുന്നത് ജീവന്റെ ജലമായിരുന്നു. और मसीह उनका साथ बातचीत करने लगा जीवन की पानी के बारे में। തന്റെ അവസ്ഥകളെല്ലാം യേശു ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ അത് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. और वहां पर मसीह एक नबी, एक नबूवत करने वाले की नाइब दृश्य दिखाता है। അത് അവൾക്ക് പൂർണ്ണമായി യേശുവിൽ വിശ്വസിക്കുന്നതിനിടയായി തീർന്നു. और संपूर्ण तौर पर मसीह में विश्वास लाने के लिए एक रास्ता हुई है। അവൾ പോയി താൻ അറിഞ്ഞതായി സത്യം നഗരത്തിലുള്ളതായ സകല വ്യക്തികളോടും പറഞ്ഞു. वो स्त्री ने शहर में जाकर सारे लोगों को कहने लगा। അതെ, അത് നിമിത്തം ആ പട്ടണത്തിലെ ആളുകൾ എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നതിനിടയായി തീർന്നു. जो स्त्री के कारण उनकी बोली की शब्द सुनते हुए वो शहर में जितने लोग हैं वो लोग आकर मसीह की वश में गिरा है। നിരാശയിലിരുന്നതായ വ്യക്തികൾക്ക്, പരാജയപ്പെട്ട ജീവിതം നയിച്ചിരുന്നതായ ശമരിയ പട്ടണത്തിലെ നിവാസികൾക്ക് ഈ സദ്വർത്തമാനം വളരെ ആവേശം പകരുന്ന ഒന്നായിരുന്നു. और निराशा में रहते थे जो गांव वाले मसीह का और शमरी स्त्री ने कहा हुआ शब्द वो दिलाजा दिया देता है। പ്രിയരെ, നമുക്ക് ഈ ശമരിയക്കാരനെ പോലെ നമ്മുടെ പണവും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തുമൊക്കെ അത് ത്യാഗപൂർവം മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും നമുക്ക് ഒരു വിടുതൽ ആവശ്യമായിരിക്കും. और प्यारो हम एक समझने लगे और ऐसा समरी वाला ने
जो घाव से भरे हुए व्यक्ति में क्या तरस खाया, इसी नहीं हमारा धन हो, हमारा कुछ ना कुछ वो औरों के लिए उपयोग करेगा, तो मसीह में से हम अनुग्रह प्राप्त करते हैं। ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ ദൗത്യം അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നാം തയ്യാറാകണം. मसीह ने हमारे ऊपर एक जिम्मेदारी दिया है। ये जिम्मेदारी लेकर मुसाफिर यात्रा करने वालों को मसीह की काम कार्य सेवकाई में पग रखना जरूरत है। അന്യജാതിക്കാരനായ ഈ ശമരിയാക്കാരൻ 2 ദിവസത്തെ വേതനത്തിന് തുല്യമായിട്ടുള്ളതായ നാണയങ്ങൾ അത്രേ അവിടെയുള്ളതായ സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചത്. और अन्य जाति है, शमरी व्यक्ति है, जो 2 दिन के पहाड़ मिलते हैं, वो पहाड़ की तुल्यता में वो और ये वहां पर दिया गया है। അദ്ദേഹം എന്താ ചെയ്തു ചോദിക്കുമ്പോൾ ആ റോഡിന്റെ മറുവശത്ത് കടന്നു ചെന്ന് ആ മനുഷ്യനെ ശുശ്രൂഷിക്കുക ചെയ്യുന്നത്. वो रोड के पार से उन्होंने जल्दी दौड़कर ये शमरी व्यक्ति, घाव से भरे हुए व्यक्ति को तसली देने के लिए उनका सामना किया है। അവന്റെ മുറിവ് വെച്ച് കിട്ടുന്നതിന് ഒരുപക്ഷെ അവൻ ധരിച്ചിരുന്നതായ വസ്ത്രത്തിന്റെ ഒരു ഭാഗമായിരിക്കാം കീറി എടുത്തത് എന്ന് നമുക്ക് ചിന്തിക്കാം. उन्होंने वो घाव से भरा है, उनका भट्टी बांधा है। തന്റെ കൈവശം അത് എണ്ണയും വീഞ്ഞും ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. और उनके हाथ में तेल या और दाखरस भी था। അതെ, തന്റെ സ്വന്തം കഴുതപ്പുറത്ത് അവനെയും കയറ്റിക്കൊണ്ട് സത്രത്തിലേക്ക് പോവുകയത്രേ. जो शमरी व्यक्ति की यात्रा के लिए जो गाड़ी घोड़ा है, जो उससे से उन्होंने उतरा है, ये घाव से भरे हुए व्यक्ति को उसमें चढ़ाया है। നമ്മുടെ ജീവിതത്തിന്റെ പന്ഥാവിൽ അത് വഴിയിൽ അതെ നാം കണ്ടുവരുന്നതായ ഏറ്റവും ആവശ്യത്തിലിരിക്കുന്നതായ വ്യക്തി അത്രേ നമ്മുടെ അയൽക്കാരൻ. हमारा पड़ोसी यही है, जरूरत जिनको चाहिए उन्हीं को उसी घड़ी में मदद करने के लिए सामना करने वाला है, वही सगा ही है। ലോകത്തിന്റെ ഏത് ഭാഗത്തും ആവശ്യത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് സഹായഹസ്തം നീട്ടുവാൻ തക്കവണ്ണം പ്രതിജ്ഞാബദ്ധനത്തില് രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തി. और उद्धार पाया हुआ ये व्यक्ति में मसीह चाहते हैं, जिनको जरूरत है उसी स्थान में पहुंचकर उसको दिया देने वाले. ഈ ഉദാഹരണത്തിൽ യേശു പറഞ്ഞിരിക്കുന്ന ശമരിയക്കാരൻ രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. और ये उदाहरण बताता है, नमूना बताया हुआ ये व्यक्ति उद्धार पाया है नहीं पाया है जानकारी नहीं वहां पर पाया था. ഈ ശമരിയക്കാരൻ്റെതായ ആറ്റിറ്റ്യൂഡ് അത്ര ഇവിടെ പ്രധാനം. ये शमरिया व्यक्ति ने किया हुआ क्रिया के बारे में हम देखना पड़ते हैं. ന്യായശാസ്ത്രയ്ക്ക് ആ ഒരു ചിന്താഗതി മാറേണ്ടിയിരിക്കുന്നു. न्याय शास्त्री को उनका अपना जिंदगी के विचार तो बदलना पड़ता है. തന്റെ സെൽഫ് റൈച്ചസിൽ നിന്നും അദ്ദേഹം പുറത്തു വരേണ്ടിയിരിക്കുന്നു. और अपने आप को जांचने से बाहर जाकर चिंता करना जरूरत है. അദ്ദേഹം പറയുന്നത് അവകാശപ്പെട്ടത് ഞാൻ എല്ലാ കൽപ്പനകളും കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട് എന്നത്രേ. वो उन्होंने बताता है मेरा जीवन में कुछ गलती नहीं है, सब कुछ आज्ञाओं में पालन करते हैं. നമ്മളും പലപ്പോഴും നമ്മുടെ മതപരമായ ഡ്യൂട്ടികളൊക്കെ ചെയ്ത് ദശാംശവും അതുമാത്രമല്ല ഇപ്പൊ ഓഹരിയും ഒക്കെ കൊടുത്ത് സംതൃപ്തരാകുന്നതായ വ്യക്തികളെത്ര. हमारे में ऐसा जांच रहते हैं, दशवांश दिया जाए उनका और भाग देते हैं, इन सब कुछ में हम संतुष्ट होते हैं. വളരെ ആവേശമായിട്ട് വിശ്വാസികളിൽ നിന്നും ഇതെല്ലാം കണക്ട് ചെയ്യുന്നതിന് സമർത്ഥരാണ് പാസ്റ്റർമാർ. और पास्टरों ने ऐसे समर्थ है, वो एक के हाथ से लेकर दूसरों को देते हैं, मदद देने वाला मददगार है. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ദശാംശവും വഴിപാടും ഒക്കെ കൊടുക്കുന്നത് ആലയത്തിൽ ആഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി അത്രേ. ये दशवांश और भाग देते हैं परमेश्वर की आराधनालय में भोजन के लिए. എന്നാൽ പലപ്പോഴും ഇതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് നാം കണ്ടുവരുന്നു. और कई समय कई प्रकार ये धन और जरूरत बिना चलाने के लिए उपयोग करता है.
ഇവിടെ യേശു ക്രിസ്തു ആ വ്യക്തിയോട് ചോദിച്ചു, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു അല്ലെങ്കിൽ അയൽക്കാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു എന്ന്. यीशु मसीह उनको पूछताछ की है, ये तीनों व्यक्तियों में कौन है अच्छे पड़ोसी वाले? ലൂക്കോസിന്റെ സുവിശേഷം 10-37 വാക്യമാണ്. लूका का सुसमाचार 20वां अध्याय 39वां पद में ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ ഉപമ പറയുന്നുള്ളൂ. केवल लूका के सुसमाचार में एक कहानी कहा जाता है. അപ്പോ ആരാകുന്നു ഈ അർത്ഥപ്രാണനായി കിടന്നതായ വ്യക്തിയുടെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ന്യായശാസ്ത്രി മറുപടി പറഞ്ഞത് അവനോട് കരുണ കാണിച്ചവൻ തന്നെ എന്ന് പറഞ്ഞു. അത് സംശയം. ये न्यायशास्त्री ने जवाब दिया है, ये अधम हुआ पाया हुआ व्यक्ति का ऊपर तरस का आया हुआ व्यक्ति है, ये अच्छे पड़ोसी वाला है. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. यीशु उन्हीं के लिए उन्होंने कहा है, तू ही जाकर ऐसी क्रिया करो. ക്രിസ്തീയ മാർഗം ത്യാഗത്തിന്റെ മാർഗം അത്രേ. मसीह की मार्ग अपने आप को त्याग करते हुए काम है. അപ്പോ ഇവിടെ വ്യക്തമായിട്ട് ഈ ന്യായശാസ്ത്രം പറയുക എത്ര ചെയ്യുന്നത് അവനോട് കരുണ കാണിച്ചവനത്രേ യഥാർത്ഥത്തിലുള്ളതായ സ്നേഹിതൻ അല്ലെങ്കിൽ അയൽക്കാരൻ എന്ന്. ये न्यायशास्त्री ने कहते हैं, जिन्हें और दया दिया है वो ही है अच्छे पड़ोसी वाले. അപ്പോ അത് ചില കൽപ്പനകൾ അനുസരിക്കുകയും ചിലത് അവഗണിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു സ്വഭാവം അത്രേ. और कई बात मान लेते हैं और कई बात त्याग करते हैं, हमारा स्वभाव है. ഇത്തരത്തിലുള്ളതായ സന്ദർഭങ്ങൾ അനവധിയാണ്. ऐसे प्रकार के अवसर ज्यादा है. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. मसीह ने कहा है, प्रयत्न का परिश्रम करने वाले और बोझ से दबे हुए लोगों मेरे पास आओ, मैं तुमको दिलासा दूंगा. നാം കൽവരി ക്രൂശിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി അവന്റെ ശരീരത്തെ തകർക്കപ്പെടുവാനും തന്റെ ശരീരത്തിലെ രക്തം മുഴുവനും ധാരധാരയായി പാപികൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി നമ്മുടെ രക്ഷയ്ക്കായി ഒഴുക്കി തരുന്നതിനും യേശു തയ്യാറായി. बाइबल में पाया जाता है, यीशु मसीह काल्वरी क्रूस पर उन्हीं को चढ़ाया है, वो आखिरी बूंद तक लोगों हमारे लिए बहाया है, उनका प्रेम मनुष्य के साथ दिखाया है. ആ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്ന നിമിത്തം നമുക്ക് പാപമോചനമുണ്ട്, നമുക്ക് ദൈവികമായിട്ടുള്ള നീതി പ്രാപിക്കുവാൻ കഴിയും, നമുക്ക് നിത്യജീവനം അവകാശമാക്കുവാൻ കഴിയും. और ये मसीह की शब्द हम माने जाएगा तो और उनका मिरास मिलने के लिए, उनका आशा भरी जीवन बिताने के लिए हो सकता है ये बात यहाँ पर कहा जाता है. പ്രിയരെ, ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും ഈ മനുഷ്യനെ പോലെ അർത്ഥപ്രാണനായി കിടന്നവരെത്ര ഞാനും നിങ്ങളും. ऐसे प्यारो, ये अथमुआ पाया देखा है, ये व्यक्ति की नाई में और आप रास्ता में गिरा पड़ा हुआ है व्यक्ति है. വഴിയോരത്ത് അർത്ഥപ്രാണനായി കിടന്നതായ ആ വ്യക്തി ഒരുപക്ഷെ അത് ഒരു കാലത്ത് നാമും ആയിരുന്നു. रोड पर, सड़क पर गिरे हुए व्यक्ति, अथमुआ पाया व्यक्ति की नाई में और आप शायद होगा. നമ്മെ മറ്റുള്ളവർ അവഗണിച്ചപ്പോൾ നമ്മെ സ്നേഹപൂർവം അത് കൈക്കൊണ്ടതായ ഒരു യേശു. औरों ने हमें त्याग किया, निंदा किया, अपमानित किया, उसी समय हमारा मसीह ने वो हमें आलिंगन देते हुए स्वीकार किया है. ആ തകർച്ചയിൽ കിടന്നതായ വ്യക്തി ഞാനും നിങ്ങളുമാണ്. കാരണം യേശു ക്രിസ്തുവിന് നമ്മളോട് അനുകമ്പയുണ്ടായി, മനസ്സലിവുണ്ടായി. और मसीह हमारे ऊपर तरस खाया है, ये बात स्मरण रखना. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും അതുപോലെ നമ്മുടെ എന്താണ് വിശ്വാസവും ഭക്തിയും ഒക്കെ തന്നെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു. हमारे कामों में दिखाना है हमारा विश्वास और काम कार्यों में. 1 യോഹന്നാൻ 3:18 നാം ഇങ്ങനെ വായിക്കുന്നു, पहले यूहन्ना 3 अध्याय और 3:18
18वां पद में हम पाया जाता है। കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലും അല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. और बच्चों, हमारे काम यही है, हमारा कामों के द्वारा और हमारा प्रयत्न के बारे में यीशु मसीह की सामर्थ्य को दिखाना चाहिए। ഇവിടെ ശമരിയാക്കാരന്റെ പ്രവൃത്തിയിൽ നാം കാണുന്നത് ലവ് ഇൻ ആക്ഷൻ, സ്നേഹം താൻ പ്രാവർത്തികമാക്കുന്നത് അത്രേ നമ്മൾ കാണുന്നത്. അതത്രേ കമ്പാഷൻ. और ये शमरिया व्यक्ति ने ये इनका मुंह पर तरस खाया है, यही बात वहां पर दर्शाया है। 1952 കൊറിയൻ യുദ്ധം നടക്കുന്ന കാലഘട്ടം. 1952 में कोरिया में एक महायुद्ध चल रहा है। ആ സമയത്ത് ഒരു അമേരിക്കൻ മിഷണറി സ്വാൻസൺ എന്ന പേരിൽ ഉള്ളതായ ഒരു ദൈവദാസൻ ജപ്പാനിലും കൊറിയയിലും ഒക്കെ സുവിശേഷ പ്രസംഗം നടത്തുകയായി ഉണ്ടായി. ये अमेरिका से एक मिशनरी ने वो जिन जिन स्थानों में सेवकाई के लिए सुसमाचार की घोषणा के लिए आना पड़ा, തന്റെ ശുശ്രൂഷയിലൂടെ ആയിരക്കണക്കിന് പട്ടാളക്കാർ രക്ഷകനായി യേശുവിനെ കണ്ടെത്തി. वो मिशनरी के द्वारा हजारों और खोजियों ने यीशु को अपनाया है। എന്നാൽ താൻ അമേരിക്കയിലേക്ക് മടങ്ങുമ്പോൾ തന്റെ ഹൃദയത്തിൽ തന്നെ ഭാരപ്പെടുത്തിയതായ ഒരു ചിന്തയുണ്ടായിരുന്നു. और अमेरिका की लौट जाने के पहले उनका हृदय में एक बड़ा बोझ, एक जिम्मेदारी उनके ऊपर गिरा है। കൊറിയയിലെ തെരുവുകളിൽ താൻ കണ്ടതായ ആയിരക്കണക്കിന് അനാഥരായ കുഞ്ഞുങ്ങൾ, और कोरिया की और सड़कों पर रास्ता में भूखे मरते हुए हजारों अनाथ बच्चों को देखा है। തണുപ്പുള്ള പ്രഭാതത്തിൽ താൻ നടക്കുമ്പോൾ താൻ കണ്ടത് ആ തെരുവുകളില് അത് തമ്മിൽ ചേർന്ന് കിടക്കുന്നതായ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ. और शहर पनाह में हजारों बालकों ने ऐसे हाथ पकड़ते रहते हैं, वो ठंडी की मौसम में है। അവർ ചേർന്ന് കിടന്നു തണുപ്പിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി. और ठंडी के मौसम में उधार पाने के लिए उन्होंने एक दूसरा का साथ मेलमिलाप में सोते हैं। ആ കുഞ്ഞുങ്ങൾ തന്നോട് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. वो बच्चों ने और ये मिशनरी के हाथ से मांगने लगा है। തന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയതായ ഒരു കാഴ്ചയായിരുന്നു അത്. उनका हृदय को हिलाया है ये पिक्चर। ഓരോ ദിവസവും പ്രഭാതത്തിൽ താൻ കാണുന്നത് സാനിറ്ററി വർക്കേഴ്സ് വരുന്നതും ഇതിൽ ജീവനില്ലാത്ത മരിച്ചുപോയ കുഞ്ഞുങ്ങളെ ഒന്നൊന്നായിട്ട് ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നതായ കാഴ്ച. वो उन्होंने एक बार देखा है, मरे हुए बच्चों को उनको गाड़ी में गिरे डालते हुए ले जाते हैं, वो भी देखा है। ആ വർക്കേഴ്സ് വന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തട്ടി നോക്കും, ജീവന്റെ അംശമുണ്ടെങ്കിൽ അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അത് മരിച്ച കുഞ്ഞുങ്ങളെ അവർ കയറ്റിക്കൊണ്ടുപോകും. और उन्होंने देखते हैं मरे हुए मृतकों के शरीर उठाते हैं, जिंदा है उनको छोड़ जाते हैं। അവിടെ കിടന്നതായ അവശേഷിച്ച കുഞ്ഞുങ്ങൾക്ക് ജീവനുണ്ടെങ്കിലും അടുത്ത ദിവസവും പട്ടിണിയും തണുപ്പും നിരാശയും കൊണ്ട് അവർക്കും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നു. और जिंदा है बच्चों है वहां पर है, उनको ठंडी की मौसम में है और खाने के लिए कुछ नहीं, खिलाने के लिए कुछ नहीं, ऐसा भूखे मरते हैं। ഈ ഉപേക്ഷിക്കപ്പെട്ടതായ അനാഥത്വം വഹിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ ഓർമ്മ തനിക്ക് വളരെ ഭാരമായിരുന്നു. ये बच्चा अनाथ होकर रहते हैं, जो देखते हुए उन्होंने बहुत भारी बोझ आया है। ഈ യെരുശലേം ദേവാലയത്തിലെ പുരോഹിതനെ പോലെയും അതുപോലെ ലേവ്യ അസിസ്റ്റന്റ് പാസ്റ്റർ ലേവിയെ പോലെയും തനിക്ക് വേണമെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്യാമായിരുന്നു. और ये मिशनरी ने लेवी की नाई, याजक की नाई, उन्होंने चले जा सकते थे। ഇവർ തന്റെ കുഞ്ഞുങ്ങളല്ല, തന്റെ രാജ്യമല്ല, തന്റെ പ്രോബ്ലമല്ല എന്ന് അദ്ദേഹത്തിന് ആശ്വസിക്കാമായിരുന്നു. जो ऐसा दिलासा मिल सकते हैं, मेरा राज्य नहीं, हमारा बच्चा नहीं, हमारे में कुछ रिश्ता नहीं, ये सोच समझ कर
और मुसाफिरी कर सकते थे। എന്നാൽ ഈ ദൈവദാസൻ അമേരിക്കയിൽ പോയതിനു ശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടെയുള്ളതായി തന്റെ സ്നേഹിതരോടൊക്കെ പറഞ്ഞു, ഇതാണ് അവിടുത്തെ സ്ഥിതി, നമുക്ക് അവർക്ക് സഹായിക്കുന്നതിന് വേണ്ടി ഒരു കമ്പാഷൻ സ്കീം ആരംഭിക്കണമെന്ന്. और अमेरिका में लौट जाने के पहले वहां की दोस्तीदारों के साथ बातचीत की। वहां पर कोरिया की हाल यही है, अब उन्हीं के लिए कुछ मददगार बने, कुछ सहाय करे, ये बातचीत करने लगा है। ഈ കമ്പാഷന് വേണ്ടി മാസം തോറും ഒരു ചെറിയ തുക മാറ്റിവെക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ये आदरणीय काम कार्य के लिए कुछ धन और बटोरने के लिए शुरू किया है। ഞാനിത് ആരംഭിച്ചത് അത് പട്ടിണി കിടക്കുന്നതായ കൊറിയയിലെ അനാഥരായ കുഞ്ഞുങ്ങളുടെ സഹായത്തിന് വേണ്ടി അത്രേ. जो पैसा बटोरते हैं ये कोरिया में भूखे रहते हुए ये बच्चों को खाने की कुछ व्यवस्था किया करने के लिए। യേശു ക്രിസ്തു ന്യായശാസ്ത്രിയോട് പറഞ്ഞതുപോലെ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതായ യേശുവിന്റെ വാക്കുകൾ അത് ഇവിടെ പ്രാവർത്തികമാക്കുവാൻ അദ്ദേഹത്തിലൂടെ കഴിഞ്ഞു. यीशु मसीह ने जो न्यायियों को कहा है, मैं इसका अच्छे पड़ोसी वाले के बारे में, शमरीत के बारे में बताया, इसी प्रकार काम तू भी जाकर किया करो। ജീവിതത്തിന്റെ വഴിയോരങ്ങളിലെ ഉപേക്ഷിക്കപ്പെട്ടതായ ലോകത്തെമ്പാടുമുള്ളതായ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ന് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയത്രേ കമ്പാഷൻ ഇന്റർനാഷണൽ. और ऐसे प्रकार की दुनिया के कोने कोने तक ऐसे गिरावट हाल में रहने वालों को सहाय मदद देने के लिए एक संस्था रूपांतर किया है, वो ही है कम्पैशन। മെഡിക്കൽ സഹായവും അതുപോലെ വിദ്യാഭ്യാസവും മറ്റ് ആരോഗ്യ പരിപാലനത്തിനും ഒക്കെ ഉള്ളതായ കാര്യങ്ങൾ ഈ സംഘടന ഇവിടെ ചെയ്തു വരുന്നു. ये दवा की सेवकाई और पढ़ने की व्यवस्था और रहने की व्यवस्था सब कुछ उनकी तरफ से किया करता है। അതിലുപരിയായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അറിയുവാനുള്ള അവസരവും ഒരുക്കുന്നു. उसी समय मसीह के बारे में जानकारी मिलने के लिए वचन की घोषणा भी दिया देता है। കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ये भोर की सुबह ही समय हमारा वचन ध्यान देते हैं, तू भी जाओ, जाकर वो ही ऐसा ही किया करो। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से प्रभु हमें अनुग्रह दिया दे। आमीन।